നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വപ്രസിദ്ധമായ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര നവീകരണത്തെപ്പറ്റി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ കൊട്ടാരക്കര മീഡിയയോട് പങ്കുവച്ചപ്പോൾ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രം ഒരുപക്ഷെ ഈ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. പെരുന്തച്ചനാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരക്കര ശ്രീ മഹാദേവർ ക്ഷേത്രവും കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രവും തുല്യ പ്രാധാന്യമുള്ളതാണ്. മിക്കവാറും എല്ലാവരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ പോകുന്ന ഒരു പതിവാണുള്ളത്. എന്നാൽ അവരുടെ ദർശനത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭ്യമാകണമെങ്കിൽ പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവനെ കണ്ട് വണങ്ങി അദ്ദേഹത്തിന് നേർച്ച, അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതോടുകൂടി മാത്രമേ ആ ദർശന സൗഭാഗ്യം ലഭിക്കത്തുള്ളൂ. അത്ര പ്രശസ്തമായ ക്ഷേത്രമാണ്. പരശുരാമൻ കേരളത്തിൽ സൃഷ്ടിച്ച 108 ദേവാലയങ്ങളിൽ ഒന്നാണ് ശ്രീ മഹാദേവർ ക്ഷേത്രം പടിഞ്ഞാറ്റിൻകര. ഞങ്ങൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 4 വർഷമാകും. വിനായക സജിത് കുമാർ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയും രാജേഷ് അംഗം തുടങ്ങി 13 അംഗങ്ങളുള്ള ഈ ഭരണസമിതിയിലെ ഒരാൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഭരണസമിതി ഇവിടെ വന്നതിന് ശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദർശിക്കാൻ കഴിയും. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. എല്ലാ ദിവസവും രാവിലെ നട തുറക്കുമ്പോഴുള്ള നിർമ്മാല്യ ദർശനത്തിന് തന്നെ ഏതാണ്ട് 200-ലധികം ആളുകൾ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ടു മുമ്പിലായിട്ടുള്ള സോപാനത്തിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജനസാന്നിധ്യം അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങൾ, ഉത്സവം തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം വലിയ ജനസാന്നിധ്യമാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. മഹാദേവൻ്റെ തിരുമുമ്പിലുള്ള കൊടിമരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ആ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിക്കുന്നതിന് വേണ്ടി ദേവപ്രശ്നം വയ്ക്കുകയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അനുമതി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശക സമിതിയുടെ തന്നെ നേതൃത്വത്തിൽ സ്വർണ്ണ കൊടിമരം തന്നെ നിർമ്മിച്ച് നൽകാനാണ്, പ്രതിഷ്ഠിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അടുത്ത ഉത്തരായനത്തിൽ സ്വർണ്ണ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. അനുബന്ധമായി 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാ ഉത്സവം ഉണ്ടാവും. പിന്നെ ഇവിടെ എല്ലാ വർഷവും നടത്തുന്ന ഉത്സവം അതിന് ശേഷവും ഉണ്ടാവും. ആ തരത്തിലാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊടിമര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെയുള്ള നാഗത്തറ പുതുക്കി പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണി ആരംഭിക്കും. ഇവിടെ ഒരു നടപ്പന്തലില്ല. അതായത് ഈ ശിവേലിക്കല്ലിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ മഴ സമയത്ത് നമുക്കറിയാം, പ്രധാന പൂജകളോ അല്ലെങ്കിൽ എഴുന്നള്ളത്തോ ഒക്കെ നടക്കുമ്പം മഴ പെയ്താൽ നമുക്ക് മാറി നിൽക്കണം. ആ ചടങ്ങിന് മാറ്റം വരും. അതുകൊണ്ട് ഇവിടെ പുതിയ ഒരു നടപ്പന്തൽ, ശിവേലിപ്പന്തൽ എന്നാണ് ഇതിന് പറയുന്നത്, നടപ്പന്തൽ പണിയാൻ ഇവിടെ തീരുമാനമെടുത്തു. അനുമതി ലഭിച്ചു. നമ്മുടെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വിനായക സജിത് കുമാർ അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് തന്നെ ഈ നടപ്പന്തൽ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്നും നാളെയുമായിട്ട് ഏതാണ്ട് പണി പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ വാവുബലി, കർക്കിടക വാവുബലി ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. കർക്കിടക വാവുബലി എന്ന് പറയുമ്പോൾ ദക്ഷിണായനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി അല്ലെങ്കിൽ കർക്കിടക വാവ് എന്ന് പറയും. അപ്പോൾ ആ കർക്കിടക വാവ് കഴിഞ്ഞ 2 വർഷമായി നമ്മളിവിടെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3500-ലധികം ആളുകൾ റെസിപ്റ്റ് എഴുതി ഇവിടെ വാവിന് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഈ വർഷം ഒരു
5000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മനോഹരമായ പന്തൽ, അവർക്കിരിക്കാനുള്ള പന്തലുണ്ട്. അതുപോലെ തന്നെ വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നമ്മൾ ക്രമീകരിക്കുകയാണ്. പിന്നെ ബലി കഴിഞ്ഞാലുടൻ തന്നെ പിതൃതർപ്പണം നടത്താനും അതുപോലെ തന്നെ അതിന് മുമ്പും അതിന് ശേഷവും കുളത്തിലിറങ്ങി മുങ്ങിക്കുളിക്കുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ ബലിപിണ്ഡം നമുക്ക് കളയുന്നതിനും പിന്നെ ദേഹശുദ്ധി വരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള സ്നാനഘട്ടം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബലിതർപ്പണം കഴിഞ്ഞ് തിരികെ പോകുന്നവർക്ക് ഇവിടെ സൗജന്യമായി ഒരാൾ, അരുൺ കാടാങ്കുളം എന്ന് പറയുന്ന ആൾ, കഴിഞ്ഞ വർഷവും കൊടുത്തു. ഈ വർഷവും എല്ലാവർക്കും കഞ്ഞിയും അതിന് വേണ്ട കറികളുമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ വരുന്ന ഒരാൾക്ക് വളരെ നല്ല രീതിയിൽ ബലിതർപ്പണം നടത്തി വളരെ ഭക്തിയോടുകൂടി അതിലേറെ സന്തോഷത്തോടുകൂടി തൻ്റെ പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ അച്ഛനപ്പൂപ്പന്മാർക്ക് 3 തലമുറയിൽപ്പെട്ടവർക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ വാവിൽ നമ്മൾ ബലിയിടുന്നത്, ബലിതർപ്പണം നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുണ്യം കിട്ടത്തക്ക തരത്തിൽ ഞങ്ങൾ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം സദ്യാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അടുത്ത മാസം മുതൽ ഇവിടെ കല്യാണങ്ങൾ സദ്യാലയത്തിൽ അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വത്തിൻ്റെ സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ഓഫീസ് അത് പുതുക്കി പണിയാൻ പോവാണ്. അതിനുവേണ്ടിയുള്ള തടികളൊക്കെ ഞങ്ങൾ അറപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള അനുമതി കിട്ടി. ഉടൻ തന്നെ അത് പുതുക്കി പണിയാൻ പോവാണ്. അപ്പം 3-ാം തീയതി വാവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ നടക്കും. സ്വർണ്ണക്കൊടി മരത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ചുറ്റുവിളക്ക്, ഇപ്പം നമുക്ക് കാണാം ഇവിടെ 2 നെരിയാണ് ചുറ്റുവിളക്കിലുള്ളത്. അത് 5 നെരിയുള്ള ചുറ്റുവിളക്ക് ഇവിടെ ക്രമീകരിക്കാൻ പോവാണ്. ഇപ്പോൾ ഏതാണ്ട് 400 സിസ്റ്റം വിളക്കുകൾ മാത്രമേ ഉള്ളൂ. 1500-ലധികം വരുന്ന ചുറ്റുവിളക്കുകൾ ഇവിടെ സ്ഥാപിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആ ചുറ്റുവിളക്കിനുള്ള നാലമ്പലത്തിൻ്റെ ഈ വെളിയിലുള്ള ഭാഗത്ത് പിത്തള പിടിപ്പിക്കാൻ പോവാണ്. അതിനുള്ള എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട്, അത് അനുമതിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശ്രീകോവിലിന് വെളിയിലുള്ള ഈ ചുറ്റമ്പലത്തിൻ്റെ ഓടുകൾ മുഴുവൻ മാറി അവിടെ ചെമ്പ് പാളികൾ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പേപ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് സാങ്ഷനായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ചുരുക്കത്തിൽ കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്ന് കാണുന്നതിൽ നിന്നും ഏറ്റവും ചൈതന്യമുള്ള, അതിലുപരിയായി മനോഹരമായ അന്തരീക്ഷം കൊണ്ടും ഭക്തിനിർഭരമായ അനുഭവങ്ങൾ കൊണ്ടും ഒരു വലിയ ക്ഷേത്രമാക്കി, ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രൗഢിയും തനിമയും അതിലുപരിയായി ഭക്തിയ ആദരവും ഇവിടെ കിട്ടത്തക്ക തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം, കടാക്ഷം, ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നുണ്ട്. ഇത്രമാത്രം ഞങ്ങൾക്ക് വലിയ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ 3-ാം തീയതി നടക്കുന്ന ഈ കർക്കിടക വാവ് ബലിയിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണം. അതുപോലെ തന്നെ നല്ല പബ്ലിസിറ്റി കൊടുത്ത് സഹായിക്കണം. ഇന്ന് 2 പത്രങ്ങളിൽ ഞങ്ങൾ സപ്ലിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി പരസ്യങ്ങൾ കൂടി കൊടുത്ത് ആ പരിപാടികളെല്ലാം ഭംഗിയാക്കും. ഇതിനെല്ലാം നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്നതിലെ പ്രമുഖൻ വിനായക എസ് അജിത് കുമാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല അധ്വാനമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്, അദ്ദേഹത്തിൻ്റെ ഔദാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കും.